നമസ്കാരം. ഇന്ത്യ അടക്കം 14 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെ സിംഗിൾ എൻട്രി വിസയിലേക്ക് പരിമിതപ്പെടുത്തി സൗദി അറേബ്യ. ഫെബ്രുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെയാണ് സൗദി അറേബ്യ വിസ നയത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ദീർഘകാല സന്ദർശന വിസയിൽ രാജ്യത്ത് പ്രവേശിക്കുന്ന അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ തടയാനാണ് ഈ നീക്കം. ഇന്ത്യ കൂടാതെ അൾജീരിയ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഇറാഖ്, ജോർദാൻ, മൊറോക്കോ, നൈജീരിയ, പാകിസ്ഥാൻ, സുഡാൻ, ടുണീഷ്യ, യമൻ എന്നീ രാജ്യങ്ങളെ ബാധിക്കുന്നതാണ് പുതിയ നടപടി. നയമാറ്റത്തിൻ്റെ ഭാഗമായി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസം, ബിസിനസ്, കുടുംബ സന്ദർശനങ്ങൾക്കുള്ള 1 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസകൾ സൗദി സർക്കാർ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. പുതുക്കിയ നിയമങ്ങൾ പ്രകാരം ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് 30 ദിവസത്തേക്ക് സാധുതയുള്ള സിംഗിൾ എൻട്രി വിസകൾ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. ഇതുവഴി രാജ്യത്ത് പരമാവധി 30 ദിവസത്തെ താമസം മാത്രമേ ലഭ്യമാകൂ. അതേസമയം ഹജ്ജ്, ഉംറ, നയതന്ത്ര റെസിഡൻസി വിസകളെ പുതിയ നയം ബാധിക്കില്ല. മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണെന്ന് സൗദി അധികൃതർ സൂചിപ്പിച്ചു. ചില യാത്രക്കാർ ദീർഘകാല വിസകളിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പിന്നീട് ശരിയായ അനുമതിയില്ലാതെ ജോലി ചെയ്യുന്നതിനോ ഹജ്ജ് നിർവഹിക്കുന്നതിനോ അധികമായി തങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അധികൃതർ പറയുന്നത്. ഓരോ രാജ്യത്തിനും പ്രത്യേക തീർത്ഥാടന ക്വാട്ട അനുവദിച്ചുകൊണ്ടാണ് സൗദി ഗവൺമെൻറ് ഹജ്ജ് സീസണിൽ കർശന നിയന്ത്രണം നിലനിർത്തുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ദീർഘകാല വിസകളിലൂടെ വിനോദസഞ്ചാരികൾ ഈ പരിധികൾ മറികടക്കുന്നുണ്ട്. 2024 കടുത്ത ചൂടും തിരക്കും കാരണം 1200-ലധികം തീർത്ഥാടകർ മരണമടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ വിസ നയം ആവിഷ്കരിക്കാൻ സൗദി നിർബന്ധിതരായത്. പുതിയ സിംഗിൾ എൻട്രി വിസ നയം അംഗീകൃത തീർത്ഥാടകർക്ക് മാത്രമേ ഹജ്ജ് നിർവഹിക്കാൻ കഴിയൂ എന്ന് ഉറപ്പാക്കുമെന്നാണ് സൗദി ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. പുനരവലോകനത്തിനായി പ്രത്യേക നയക്രമം നൽകിയിട്ടില്ലെങ്കിലും മൾട്ടിപ്പിൾ എൻട്രി വിസകൾ നിർത്തിവെക്കുന്നത് താൽക്കാലിക നടപടിയാണെന്നാണ് ഉദ്യോഗസ്ഥർ വിശേഷിപ്പിച്ചത്. തുടർ നടപടികൾ തീരുമാനിക്കുന്നതിന് മുമ്പ് പുതിയ നയത്തിൻ്റെ സ്വാധീനം നിരീക്ഷിക്കും. അതേസമയം പലസ്തീൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയ്ക്ക് ശക്തമായ മറുപടിയുമായി സൗദി അറേബ്യ രംഗത്ത് വന്നിരുന്നു. ഇക്കാര്യത്തിൽ സൗദി അറേബ്യയുടെ നിലപാട് നേരത്തെ പറഞ്ഞതാണെന്നും അതിൽ നിന്ന് ഒരു മാറ്റവുമില്ലെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പലസ്തീനിലെ ഗസയുടെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് തക്ക മറുപടി നൽകുകയായിരുന്നു സൗദി അറേബ്യ. ട്രംപിൻ്റെ പ്രസ്താവന വന്ന് മണിക്കൂറുകൾക്കകമാണ് സൗദി അറേബ്യയുടെ പ്രതികരണമുണ്ടായത്. അമേരിക്കയുമായി അടുത്ത ബന്ധമുള്ള സൗദി അറേബ്യ ഇത്രയും കനപ്പിച്ച് പറയുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ശക്തമായ ഭാഷയിലായിരുന്നു സൗദി അറേബ്യയുടെ പ്രസ്താവന. മാത്രമല്ല, സ്വതന്ത്ര പലസ്തീൻ രാജ്യമല്ലാതെ ഇസ്രായേലുമായി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്നും സൗദി അറേബ്യ വ്യക്തമാക്കി. മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ വഷളാകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്.